തൊഴിലാളികളുടെ പരാതി. കഴിഞ്ഞ 50 വർഷത്തിലധികമായിട്ട് കുത്തുവാറ ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കോടതി ഇലക്ഷൻ അല്ലേ, അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ അല്ലേ, ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാത്ത കോടതി ഇലക്ഷൻ അല്ലേ, നേരം വൈകി ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല ഒരു തന്ത്രം വരുന്നില്ല, അത് നാടകം വരുന്നില്ലേ പോച്ച, നാടകമായിരുന്നു ഒരു പബ്ലിക് പോച്ച, ഒരു നാടകം വരുന്നില്ലേ, അതൊരു നാടകം വരുന്നില്ലേ, അതൊരു നാടകം ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. അംഗീകരിക്കുന്നു. കോടതിയുടെ അസാധാരണ നീക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് കരുതുന്നത്. ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് ഹൈക്കോടതിയുടെ അതിവേഗ നടപടിക്ക് പിന്നാലെയാണ്. ലൈംഗിക അധിക്ഷേപ കേസിൽ നിലവിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാതിരുന്നിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയതായി. മറ്റു വാർത്തയിലേക്ക്. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. പാലക്കാട് ഓങ്ങല്ലൂരിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടാനാംകുരിശി വലിയ തോട്ടിൽ തടയണകൾ നിർമ്മിക്കുന്നത്. വരും വേനലിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ തടയണ നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വാടാനംകുറിശി വലിയ തോട്ടിലാണ് തടയണ നിർമ്മാണം പുരോഗമിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രമദാനത്തിലാണ് തടയണ നിർമ്മാണം.